ഹരിശ്രീ എന്നെ നാക്കിൽ കുറിക്കാൻ അച്ഛൻ്റെ പടിയിൽ പോയിരുന്നു. അപ്പോൾ എനിക്കറിയാം എന്നെ എഴുതിക്കുന്നത് വയലാർ രാമവർമ്മയാണെന്ന് 2.5 വയസ്സിൽ. അപ്പം ഞാനിങ്ങനെ എനിക്ക് അച്ഛൻ എനിക്ക് ഭയമായിരുന്നു അന്ന് കൂടുതലും. അപ്പം അത് തന്നെ ഒരു കഴിയെങ്കിലും അടുത്ത് ചെല്ലില്ല. അപ്പൊ അവിടെ പാടുമ്പോ അവർ പ്രത്യേകം പറയും ഒരു ദിവസം വയലാർ നൈറ്റാണ്. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി. അന്ന് അവിടെ വന്ന ഒരുപാട് ആളുകൾ വല്ലാതെ ഇമോഷണൽ ആവാനും വളരെ ഫിലോസഫിക്കലായിട്ട് ചിന്തിക്കാനും ഒക്കെ കാരണമായി ഈ പാട്ട്. ചലനം 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 മാനവ ജീവിത പരിണാമത്തിൻ മയൂര സന്ദേശം. അഗ്നിപർവ്വതം പൂഞ്ഞു എന്ന് പറഞ്ഞ പാട്ടുണ്ട്. അഗ്നിപർവ്വതം പൂഞ്ഞു വയലാർ സാർ എഴുതിയ പാട്ടാ. അതെ. അപ്പൊ അതിനെക്കുറിച്ച് തകഴി സാറ് പറഞ്ഞേക്കുന്ന ഒരു കാര്യം, ആ ഒരൊറ്റ പാട്ടുകൊണ്ട് ചെല്ലപ്പൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ അത്രയും പരിപൂർണനാക്കി എന്നാ പറയുന്നത്. ശരിക്കും പറഞ്ഞു നമ്മൾ അതിന് വരികൾ അങ്ങനെ ഉണ്ടല്ലോ. ഇന്ദ്രധനുസിന്റെ തൂവൽ കൊഴിയുന്ന തീരങ്ങളും ഇന്ദ്രവല്ലരി പൂച്ചൂടുന്ന രാവുകളും സ്വർണച്ചാമരം വീശുന്ന സ്വർഗകുമാരികളായ സ്വപ്നങ്ങളെയുമെല്ലാം മലയാളിക്ക് പരിചയപ്പെടുത്തിയ അനശ്വരനായ എഴുത്തുകാരൻ വയലാറിന്റെ ഓർമ്മകളിലൂടെയുള്ള യാത്ര തുടരും. ഒരു പ്രണയഗാനങ്ങൾ എന്നുള്ള ഫോൾഡർ തുറന്നാൽ 2 പ്രണയഗാനങ്ങൾ ഇഷ്ടപ്പെട്ടത് ആദ്യം പറയൂ. തീർച്ചയായിട്ടും സുകുമാര കലകൾ, സ്വർണ്ണ ഭഗവതി വിഗ്രഹമേ, നിന്റെ പുറങ്കാൽ മൂടും മുടിയിൽ ചൂടുവാൻ ഒരു കുല മുന്തിരിപ്പൂക്കൾ, ചിറകുള്ള മുന്തിരിപ്പൂക്കൾ. ആരും എഴുതിയിട്ടില്ല അങ്ങനെ ഒരു ഭാവന. എത്ര മനോഹരമാണിത്. മന്ത്രത്തിൽ കുതിർത്തൊരാൾ അണിയിച്ചതോ നിന്റെ ഗന്ധർവൻ കൊണ്ടുവന്ന് തൊടുവിച്ചതോ, മനസ്സിൽ കണ്ടത് മെത്തയിൽ വീഴ്ത്തും ഈ മൃഗമത തിലകങ്ങൾ. മൃഗമത തിലകം തൊട്ടാൽ നമ്മൾ വിചാരിച്ച കാര്യം സാധിക്കുന്നുള്ളൊരു കസ്തൂരിയാണ്. ആ ഒരു അങ്ങനെ ഒരു ചിന്ത നമുക്ക് ഒരു സാധാരണ എഴുത്തുകാരൻ ഒരിക്കലും ചിന്തിക്കാത്തൊരു പാട്ടാണത്. ഇനി ഒരു പ്രണയത്തില് നമ്മൾ ഇന്നലെ കാണാത്തൊരു സംഭവം വയലാർ അച്ഛൻ എഴുതിയേക്കണത് നമ്മൾ കാണുന്നില്ല. പ്രണയം അതില് ശീലായുഗത്തിൽ ചിലകൾക്കെല്ലാം ചിറകുമുളച്ചിരുന്നു, ചിലങ്ക കെട്ടിയ സ്വപ്നങ്ങൾക്കും ചിറകുമുളച്ചിരുന്നു. ശീലായുഗത്തിൽ എന്താ സംഭവം? ഇനി സന്ധ്യമയങ്ങും നേരം, സൂപ്പർ. ഗ്രാമചന്ത നമ്മൾ മനസ്സിലിങ്ങനെ ആ ദൃശ്യം കാണാം. ആ കാട്ടുതാറാവുകൾ ഇണകളെ തിരയും കായലിനരിയിലൂടെ, കടത്തു തോണികളിൽ ആളെ കയറ്റും കല്ലുകളിലൂടെ, തനിച്ചു വരും കാരുണ്യമേ എനിക്കുള്ള പ്രതിഫലമാണോ നിന്റെ നാണം. എത്ര മനോഹരമാണ് അത്. ഈ നമുക്ക് ഫൺ പോലെ അഭിനയിച്ചിട്ടുള്ള പാട്ടുകൾ എടുത്താൽ ഇപ്പം തങ്കഭസ്മ കുറിയിട്ട തമ്പുരാട്ടി, തുമ്പത്തൂക്കളത്തിൽ തിരുവോണത്തിന് തുമ്പി തുള്ളാണ്ടിരുന്നപ്പോൾ വിളക്ക് കെടുത്ത് നീ ആദ്യമായി വിഷുക്കൈ നീട്ടങ്ങൾ ഓർമ്മയില്ലേ, പ്രണയത്തിന് വിഷുക്കൈ. അങ്ങനെ എഴുതുക എന്ന് പറയുന്നത് അങ്ങനെ എത്ര. ഇപ്പൊ നമ്മുടെ ജയചന്ദ്രൻ ചേട്ടൻ ഒരു വ്യത്യസ്തമായ പാട്ട് പാടിയിട്ടുണ്ട്. പട്ടൻ സാധന്റെ കൂടെ ഒരു പ്രണയം എന്ന് വേണമെങ്കിൽ പറയാം. പട്ടൻ സാധനാണ് അത് പാടി അഭിനയിച്ചത്. ശരിക്കും പറഞ്ഞ ഒരു തമാശയായിട്ടാണ് വല്ല പ്രണയം. ചേട്ടൻ എന്തുട്ടാണി പ്രേമമെന്ന് നിനക്കറിയില്ലേ എന്റെ രാധേ പ്രാണനാഥേ, നിന്റെ മന്ദഹാസം കീലുങ്ങുന്ന വൃന്ദാവനത്തിൽ വന്ന് മഞ്ഞുകൊള്ളും എന്നരികിൽ നീ വരില്ലേ. ഈ 2 പാട്ട് പറയും. സൂര്യകാന്ത കൽപ്പടവിൽ അത് പ്രണയത്തിന്റെ ഏറ്റവും സുന്ദരമായ മുഹൂർത്ത. ആര്യപുത്രന്റെ പൂമടിയിൽ നിന്റെ സ്വപ്നങ്ങളെ നീ കിടത്തി ഉറക്കൂ. അപ്പൊ അങ്ങനെ കിടക്കുകയാണ് ഈ ആര്യപുത്രന്റെ മടിയില്. ശൃംഗാര കാവ്യ കടാക്ഷങ്ങൾ കൊണ്ട് നീ ശ്രീമംഗലയായി. അവന്റെ നോട്ടം കൊണ്ട് തന്നെ അവള് ശ്രീമംഗല. പൂക്കളുടെ മണമേറ്റ് പുരുഷന്റെ ചൂടേറ്റ് പൂണാര മണിയാറായി. അങ്ങനെ കിടക്കുകയാണ്. അപ്പോഴാണ് വിളക്ക് തെളിഞ്ഞിരിക്കുന്നു. കാറ്റേ കടലേ കയ്യെത്തുമെങ്കിൽ ആ കൽവിളക്കിന് തിരുവന്താത്ത് എനിക്ക് ഇവിടുന്ന് എഴുന്നേക്കാൻ മേല എന്ന് പറയുന്നൊരു സുഖം. സംഗമം അതെല്ലാവരും ത്രിവേണി സംഗമം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആലോചിക്കുന്ന 3 നദികളുടെ കാര്യമാണ് അല്ലേ? അതെ, നമ്മൾ കേട്ടിട്ടുള്ളത്. അതല്ല, ഇത് നീയും ഞാനും നമ്മുടെ പ്രേമം. ആ 3 ത്രിവേണി അതാണ് ത്രിവേണിയിലെ 3 പേര്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് 3 പേരും കൂടെ വന്നു കഴിഞ്ഞാല് മറ്റെല്ലാം പോയി, പ്രണയവും അവരും മാത്രമേ ഉള്ളൂ. അതെ, ഇവിടെ ഓരോ മാംസപുഷ്പവും ഇണയിൽ ഭൂമിയെ ഗംഭീര മഞ്ജു ഭാഷിണി വീണയിൽ വഴങ്ങി. ഇതിനകത്തൊരു വിരഹം നിറഞ്ഞൊരു സങ്കടമുണ്ട്. അതായത് വിരഹ ഭരിതത്തിന്റെ
സ്വപ്ന സഞ്ചാരി നീ നിന്റെ മനോരഥം സ്വർഗത്തിൽ സ്വർഗത്തിലെ ഒരു ഭൂമിയിലെ. കഥകളി കാണുക. ഉത്സവ പന്തലിൽ ഇന്നലെ കഥകളി രുക്മിണി സ്വയംവരമായിരുന്നു. യഥാർത്ഥ കല്യാണം, കൃഷ്ണന്റെ ഭാര്യ. അപ്പോൾ നന്ദകുമാരന്റെ വേഷം കണ്ടിട്ട് നിൻമിഴി എന്തിയെ നനഞ്ഞുപോയി. പിന്നെ അപ്പോൾ വൃന്ദാവനത്തിലെ രാധയെ ഞാൻ അന്നേരം ഓർമ്മിച്ചിരുന്നു പോയി. ഒരു കാര്യമില്ലാത്ത സ്ഥലത്ത് കൊണ്ട് രാധയെ കൊണ്ടുവച്ചിരിക്കും. ഇവർക്ക് രണ്ടുപേർക്കും സങ്കടമുണ്ടേ. രുക്മിണിയുടെ സങ്കടം വെച്ചാൽ ഞാൻ കൃഷ്ണന്റെ ഭാര്യയായിട്ട് പോലും അങ്ങേരുടെ പേര് പറയുമ്പോൾ എന്നെ ചേർക്കുകയില്ല. രാധയുടെ സങ്കടം എന്താ, എന്റെ പേര് എല്ലായിടത്തും ചേർക്കുള്ളൂ, പക്ഷെ എനിക്ക് കൃഷ്ണന്റെ ഭാര്യയാകാനും പറ്റിയിട്ടില്ല എന്ന് പറയുന്ന ഒരു ദുരന്തം ഉണ്ടല്ലോ. അപ്പൊ അതിനകത്ത് രണ്ടും ഉണ്ടെന്ന് പറയാം. പ്രണയത്തിന്റെ സുഖമുണ്ട്, ഒപ്പം ആ വിരഹത്തിന്റെ ഒരു വിരഹത്തിന്റെ സന്യാസിനി. അല്ല, അതിനേക്കാളപ്പുറം ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട അച്ഛൻ്റെ ഒരു പാട്ടുണ്ട്. അത് ചേട്ടന് ഏറ്റവും നിത്യകാമുകി ഞാൻ നിൻമടിയില് ചിത്രവിപഞ്ചികയാകാൻ കൊതിച്ചു മൃദുലാംഗുലിയിലെ പ്രേമ പല്ലവിയാകാൻ കൊതിച്ചു. ഇത്ര വിരഹം മാത്രമായിട്ടുള്ളൂ പറയാൻ വന്നപ്പോഴല്ലേ എന്ത് രസം. എനിക്ക് ഒരു സംശയം ഇപ്പൊ സംസാരിച്ചപ്പോഴാണ് ഈ സന്യാസി എന്നുള്ള പാട്ടുണ്ടല്ലോ, അതിലിപ്പോ ശരത്തിനോട് ചോദിക്കാനാണ്. എനിക്ക് അതിന്റെ ഒരു അർത്ഥം ഇതുവരെ മനസ്സിലായിട്ടില്ല. ഈ രാത്രി പകലിനോട് എന്ന പോലെ യാത്ര ചോദിപ്പൂ ഞാൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അതില് അർത്ഥം ഒരിക്കലും നമ്മൾ കാണില്ല, ഒരിക്കലും കാണില്ല. അതാണ് ഉദ്ദേശിച്ചത്. ഞാൻ ഇപ്പോഴും ആലോചിക്കാം. രാത്രി വരുമ്പോ അങ്ങോട്ട് മറ്റൊന്നും പോയില്ല. അതിന് ആദ്യം എഴുതിയിരുന്ന വേറെന്തോ ആയിരുന്നു, പിന്നെയാണ് അത് മാറ്റിയതല്ലേ. എങ്ങനെ രാത്രി വരുമ്പോ ഇത് പോയില്ലേ, അത് മനസ്സിലായി. അതേപോലെ അദ്ദേഹം എഴുതുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. പ്രേമം ഒരു ഷിഫ്റ്റ് വർക്കായിട്ട് മാറുന്നു. ഒരാൾ വരുമ്പോ അടുത്തയാള് പോവും എന്ന് പറയുന്ന പോലെ ഒരുമിച്ച്. അതുപോലെ നമ്മളെ സുഹൃത്തില്ല, അന്നും എന്റെ ആത്മാവ് നിന്നോട് ചോദിക്കും നിന്നെ ഞാൻ പ്രേമിച്ചിരുന്നു. മന്ത്രിക്കും. ഇതിനോട് രസകരമായൊരു കഥയുണ്ട്. ഞാൻ വല്യമ്മയെ കുറിച്ച് എഴുതിയൊരു കഥ പറഞ്ഞിട്ടുണ്ട്. വല്യമ്മ അച്ഛൻ ആദ്യം കല്യാണം കഴിച്ച ആള്, അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചില്ല, ഒറ്റയ്ക്ക് സന്യാസിനെ പോലെ കഴിഞ്ഞു. അച്ഛനും ആയിട്ട് മാനസികമായി നല്ല അടുപ്പുണ്ടായിരുന്നു. അമ്മയപ്പം എൻ്റെ അമ്മയേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ അമ്മയേക്കാൾ കൂടുതൽ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. അപ്പോൾ ഞാനൊരു എപ്പിസോഡിൽ പറഞ്ഞത് വല്യമ്മയെക്കുറിച്ചുള്ള പാട്ടാണ്. ആരും തുറക്കാത്ത പൂമുഖം, അതിലിപ്പോഴും വേറെ കല്യാണം കഴിക്കേണ്ടെങ്കിൽ നിൽക്കുന്ന ആൾ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വല്യമ്മ കുറേ മരിച്ചപ്പോൾ ഞാൻ ആ എപ്പിസോഡ് നിർത്തി. കാര്യം ഇത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയും. അപ്പോൾ വല്യമ്മയ്ക്ക് സന്തോഷമായി, ഞാൻ നിങ്ങളെ പ്രസവിച്ചില്ലെങ്കിലും നിങ്ങൾ എന്നെ അമ്മയായിട്ട് കാണുന്നുണ്ടല്ലോ എന്നൊരു സാധനം. ഇത് കഴിഞ്ഞ് വല്യമ്മ മരിച്ചപ്പോൾ ഞാൻ ആ പാട്ട് അത് നിർത്തി. ഇനി ഞാൻ നിർത്തി. വല്യമ്മ മരിച്ചു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം എനിക്ക് വീട്ടിൽ ഫോൺ വന്നു. ആരാന്ന് ഇപ്പോഴും അറിയില്ല. ആ സന്യാസിനി മരിച്ചിട്ടില്ല ശരത്തെ, ഇപ്പോഴും ഉണ്ടെന്ന്. ഇതാണോ? പക്ഷേ ഞാൻ ഇത് പറയുമ്പോൾ എനിക്ക് കിട്ടിയൊരു മഹാഭാഗ്യം പറയാം. ഇപ്പോൾ ചേട്ടൻ വല്യമ്മയെ കുറിച്ച് പറഞ്ഞു. ആ അമ്മ കഴിഞ്ഞ 2017 ജനുവരി 15 മരിച്ചത്. അപ്പോൾ ചേട്ടനും ചേച്ചി എന്നെ വിളിച്ചു, നാളെ തറവാട്ടിലെത്തിയിട്ട് അമ്മയുടെ മൃതശരീരത്തിനടുത്തിരുന്നുകൊണ്ട് ഈ പാട്ട് പാടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രാവിലെ 7 മണിക്ക് അവിടെ ചെന്നു. വല്യമ്മേനെ കിടത്തിയിട്ടിരിക്കണു. ഇവിടെ തൊട്ടടുത്ത് ചേട്ടനും അമ്മയൊക്കെ ഇരിക്കണ്. അവിടെ തലയുടെ ഭാഗത്ത് ചമ്രം പഠിച്ചിരിക്കാൻ ചേട്ടൻ പറഞ്ഞു. അങ്ങനെ ഈ പാട്ട് അമ്മയ്ക്ക് വേണ്ടി പാടാൻ പറഞ്ഞു. ഈ വല്യമ്മയെക്കുറിച്ചും അമ്മയെക്കുറിച്ചും പറയുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് അമ്മയുടെ ഒരു ഓർമ്മ കൂടി ഈ അവസരത്തിലൊന്ന് കാണാം. അതിപ്പം എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പറയുന്നതിന് മുമ്പ് തന്നെ അത് ചെയ്യണം. അതിപ്പോൾ ഞങ്ങൾ ഒരിക്കൽ ഞങ്ങൾ പോകാൻ റെഡിയായിട്ടൊരു സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ആരോ ആഹാരം കൊടുക്കാമെന്നും പറഞ്ഞു. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞു, പിന്നെ എങ്ങോട്ട് ഇറങ്ങി നിൽക്കുമ്പോഴാണ് വന്നിരിക്കുന്നത് ആഹാരം കൊടുക്കാൻ പറഞ്ഞ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ദേഷ്യം വന്നു. അപ്പൊ അത് കേട്ടോണ്ട് വന്നു. അത് വന്നിട്ട് പറഞ്ഞു, എന്താ ആരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പൊ ആഹാരം കൊടുക്കണം എന്നൊക്കെ പോകാൻ. അവന് ആഹാരം കൊടുത്തിട്ട് പോയാൽ മതി, അവിടെ നിന്നൊക്കാൻ പറഞ്ഞു. അപ്പൊ അതാണ് ആ സ്വഭാവം. അതാണ് പിന്നെ ആദ്യം അവസാനം എന്ന് പറയുന്ന ഒരു ഓർമ്മ ഉണ്ടാവുന്നത്. ഞങ്ങൾ എല്ലാവരും കൂടെ വളരെ 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 കുറച്ച് സമയത്തേ ഉണ്ടാവുള്ളൂ. അതാണ് കുഞ്ഞുണ്ടായിരുന്നു, മോനുണ്ട്. അപ്പൊ എല്ലാവരും കൂടെ ഇങ്ങനെ ദിവസം വൈകിട്ട് ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് എന്താ എന്നെ പറ്റി എന്താ അഭിപ്രായം നിനക്ക് ഉണ്ട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും പറയാനില്ല. എന്നാലും എല്ലാരും എല്ലാരും ഇങ്ങനെ കേൾക്കുമ്പോ പറയണ്ടേ, എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാം. അത് ശരി, അവർക്ക് ഒരഭിപ്രായം ഒരു വിവരമില്ലല്ലോ. അവരുടെ അഭിപ്രായം പറയാനൊന്നുമില്ല. അവള് പറയും 4 പിള്ളേരുടെ തന്തയാന്ന് പറയും, അതിൽ കൂടുതൽ ഇവള് പറയില്ല എന്നാണ്.
പക്ഷെ അത് മനസ്സിലാക്കും, അവൾ എന്തെങ്കിലും മനസ്സിലാക്കും. 4 പിള്ളേരുടെ തന്ത മാത്രമാണോ എന്നുള്ളത് അത് മനസ്സിലാക്കും എന്ന് പറഞ്ഞു. പക്ഷെ അതെന്തോ അതൊരു മാതിരി അറം പറ്റിയ വാക്കുപോലെ അതുപോലെ തന്നെ അധികം താമസിക്കാതെ പോയി. അപ്പം നല്ലോണം മനസ്സിലാക്കി അന്നേരം ആരാണ് എന്താ വെച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് ഇപ്പൊ പാട്ട് എഴുതുമ്പോഴും അത് ഇതൊന്നും എനിക്ക് അങ്ങനൊന്നുമില്ല. എനിക്ക് ആകെ കൂടി ഞാൻ ഒരു വീട്ടമ്മ, അമ്മ, കുഞ്ഞുങ്ങള്, പശുക്കള്, പണിക്കാര്, അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ കഴിയുന്നുള്ളൂ. അപ്പൊ എനിക്കല്ലാതെ പ്രത്യേകിച്ച് പിന്നെ പാട്ട് കേൾക്കും. അതാണ് അതെപ്പോഴും പാട്ട് കേൾക്കാൻ റേഡിയോ അത് ഞാൻ എപ്പോഴും വെച്ചുകൊണ്ടേയിരിക്കും. അതിങ്ങനെ പാട്ട് കേൾക്കുക. പക്ഷെ ആ പാട്ടിനെ പറ്റി എന്താണെന്നൊന്നും എന്നോട് ചോദിച്ചാൽ പറയുന്നേനെ. പക്ഷെ എനിക്ക് ആ പാട്ട് കേൾക്കുന്ന ഒരു താല്പര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചില സമയത്ത് ഓർമ്മകൾ ഓരോ കാര്യങ്ങൾ വരികയാണ്. ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാരുടെ മാനസിക ബുദ്ധിമുട്ടൊന്നും കാണാൻ ഇഷ്ടമുള്ള ഒരാളല്ല. കുട്ടികൾ വിശക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ എന്തായാലും നമ്മുടെ അടുത്തൊരു ഒരു വീട്ടിലുള്ളൊരു കൊച്ചുകുട്ടികൾ ഉച്ചയ്ക്ക് കരയുന്നു. എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, റേഷൻ മേടിക്കാൻ പോയിട്ടേ ഉള്ളൂ കുട്ടപ്പ എന്നാ വിളിക്കുന്നത്. കുട്ടപ്പ, കുഞ്ഞുങ്ങൾക്ക് വിശക്കുന്നു, ചോറൊന്നും ആയിട്ടില്ല ഒന്നുകൊണ്ട്. പക്ഷെ അന്നേ പറഞ്ഞു, എന്നോട് പറഞ്ഞു അടുക്കളയിലേക്ക് എല്ലാം എടുത്ത് അവിടെ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ എല്ലാ ചോറും എല്ലാ കൂട്ടാനും ഒക്കെ എടുത്തു. പക്ഷെ നമുക്ക് വെക്കാൻ ആളുണ്ട്, ജോലിക്കാരുണ്ടല്ലോ, ഒരു വെച്ചോളൂ. അങ്ങനെ അതുപോലെ ആരുടെയും വിഷമം കാണാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവമുള്ള ഒരു മനുഷ്യനായിരുന്നു. അമ്മ ഇപ്പൊ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു, ഇവള് മണ്ടിയാണ്, ഇവക്കൊന്നും എന്നെ അറിയില്ല എന്ന് പറഞ്ഞില്ലേ. അമ്മ ഇപ്പോഴും മണ്ടിയാ. കാര്യം അച്ഛൻ്റെയും എൻ്റെയും പാട്ട് റേഡിയോ കേൾക്കുമ്പോൾ എൻ്റെ പാട്ട് കൂടുതൽ ശ്രദ്ധിക്കും, വയലാനം ശ്രദ്ധിക്കില്ല. മണ്ടിയല്ലേ. ഏതാണ് മാർക്കോസ് ഏട്ടാ? നേരത്തെ ചോദിച്ച പോലെ നമുക്ക് നിറകൂടം തുളുമ്പി വേണമെങ്കിൽ പാടാം, കുഴപ്പമില്ല. നല്ലൊരു പാട്ടാണ്. നല്ല നിറകുടം തുളുമ്പി നിന്റെ തിരുമുഖം തിളങ്ങി, നിലാവേ നിലാവേ നീയൊരു ഗോപസ്ത്രീ, നിറകുടം തുളുമ്പി തിരുമുഖം തിളങ്ങി. കവികൾ മേഘങ്ങളാക്കി വർണ്ണിക്കുമി കണങ്കാൽ മൂടും മുടിയിൽ, കവികൾ മേഘങ്ങളാക്കി വർണ്ണിക്കുമി കണങ്കാൽ മൂടും മുടിയിൽ, നിന്റെ മുടിയിൽ കവികൾ മേഘങ്ങളാക്കി വർണ്ണിക്കുമി കണങ്കാൽ മൂടും മുടിയിൽ, സുസ്മേരമദനെ ചൂടിച്ചതാരി സിന്ദൂര പുഷ്പങ്ങൾ, നക്ഷത്രങ്ങളോ നവഗ്രഹങ്ങളോ നിന്നെ സ്നേഹിച്ച കാർവർണ്ണനോ, നിറകുടം തുളുമ്പി നിന്റെ തിരുമുഖം തിളങ്ങി, നിലാവേ നിലാവേ നീയൊരു ഗോപസ്ത്രീ, നിറകുടം തുളുമ്പി നിന്റെ തിരുമുഖം തിളങ്ങി. നമ്മള് കവിതയെക്കുറിച്ച് സിനിമാ പാട്ടുകളെയൊക്കെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഈ സിനിമയ്ക്കൊപ്പം നാടകഗാനങ്ങളിലുണ്ട്, എത്രയോ നാടകഗാനങ്ങളുണ്ട് അല്ലേ? ഇപ്പം എനിക്ക് തോന്നുന്നു പാർട്ടിയുടെ ഏതോ പരിപാടിക്ക് വേണ്ടി എഴുതിയതാണ് ബലികുടീരങ്ങളെ. ശരിക്കും ശിപ്പായി ലഹള ഇന്ത്യൻ ആദ്യത്തെ സ്വാതന്ത്ര്യത്തിൽ 1857 അതിന്റെ 100ാം വാർഷികം 1957 തിരുവനന്തപുരത്ത് വെച്ച് അവിടെ ഒരു പാളയത്തൊരു ഭടന്മാരുടെ ഇതുണ്ട്, സാക്ഷി മണ്ഡപം. അവിടെ അത് രക്ഷാക്ഷമുണ്ട്. അവിടെ അന്നത്തെ പ്രസിഡന്റ് വരുന്നു. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി അന്ന് അതിനുവേണ്ടി കുറിച്ചതാണ്. അതിനകത്ത് ഈ ഇതൊന്നുമില്ല, ചുവപ്പിന്റെ ഇതൊന്നുമില്ല.
ഞാൻ പാർട്ടി പരിപാടി എന്ന് ഉദ്ദേശിച്ച ഒരു പൊളിറ്റിക്കൽ പരിപാടി എന്നുള്ള രീതിയിൽ ഇതിന്റെ 100ാം വാർഷികത്തിന് വേണ്ടി. ഇതിന്റെ 100ാം വാർഷികത്തിനാണ് ഇത് എടുത്തിട്ട് അല്ലേ? അതുകൊണ്ടാണ് അതില് ഹിമഗിരി മുടികൾ കൊടികൾ ഉയർത്തി കടലുകൾ പടകമുയർത്തി യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ വിരിഞ്ഞു താമരമുകുളങ്ങൾ. ഇതൊക്കെ ഇപ്പം പിന്നീട് രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ട്. താമരമുകുളങ്ങൾ വിരിഞ്ഞെന്ന് പറഞ്ഞിട്ടേ നിങ്ങൾ നിന്ന സമരാങ്കണ ഭൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി ചുണ്ടിൽ മലനാട്ടിലെ വണ്ടി. ഇത് അനുപല്ലവിയിലെന്ന് ചുണ്ടിൽ ഗാഥങ്ങൾ കരങ്ങൾ ഈ ചെണ്ടുകൾ പുതിയ പൗരനുയർന്നു. സ്വാതന്ത്ര്യത്തിന്റെ ഒരു പൗരൻ. അതുപോലെ അശ്വമേധം എന്ന് പറഞ്ഞ നാടകത്തിലെ തലയ്ക്കും ഇതേ ശൂന്യാകാശം, താഴെ മരുഭൂമി, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവുകൾക്ക് ആകാശമുണ്ട്. നല്ലൊരു പാട്ടാണ്. പറന്നല്ലേ LPR വർമ്മ. ഒരു കാര്യം പറയാനുണ്ട്. ഞാനും ചേട്ടനിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട സിന്ധു, ഞങ്ങളുടെ ഇളയ സഹോദരി സിന്ധു 2021 മരിച്ചപ്പോൾ ഞാൻ അവിടെ തറവാട്ട് ചെല്ലുമ്പോഴെല്ലാം അച്ഛൻ്റെ ഒരു പ്രത്യേക പാട്ട്, അതായത് വയലാറച്ഛൻ മനുഷ്യൻ്റെ അഹങ്കാരത്തെക്കുറിച്ച് എഴുതി വെച്ചൊരു പാട്ട് ബ്രഹ്മചാരി എന്ന ചിത്രത്തിൽ സ്വാമി സംഗീതം ചെയ്ത് ദാസേട്ടൻ പാടി നമ്മുടെ നിത്യഹരിത നായകൻ പ്രേം നസീർ സാർ അതിമനോഹരമായിട്ട് പാടി വിനിയോഗിച്ചെടുക്കുക. ശരിക്കും മനുഷ്യൻ്റെ അഹങ്കാരത്തെക്കുറിച്ച് ഇത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി സിന്ധു എപ്പോഴും എന്നെ കൊണ്ട് പാടിക്കുമായിരുന്നു. ദാസേട്ടൻ ഞാൻ എന്ന ഭാവങ്ങളെ പ്രാകൃതയുഗമുഖ ഛായകളെ തീരത്തു മത്സരിച്ചു മരിക്കുമീ തിരകളും നിങ്ങളും ഒരുപോലെ. എന്ത് രസമാണ് അത്. രണ്ടാം ഭാഗം അച്ഛൻ വർണ്ണിച്ചേക്കണ സൂര്യനെയാണ്, സൂര്യന് ചന്ദ്രൻ. ആകാശഗോപുരത്തിൻ മുകളിലുദിച്ചോരാദിത്യബിംബമേതാ കടലിൽ മുങ്ങി ആയിരമുറുമികളൂരി വീശി അമ്പരപ്പടവിനു മതിലു കെട്ടി പകൽവാണ പെരുമാളിൻ രാജ്യഭാരം വെറും 15 നാഴിക മാത്രം. അത്രേ ഉള്ളൂ സൂര്യന് വരും. പിന്നെ നമ്മൾ അതിനെ അഹങ്കരിക്കും. പകല് വാണ രാജാവാണ്, വാണ പെരുമാളിന്റെ രാജ്യഭാരം 15 നാഴിക. 60 നാഴികയാണ് ഒരു ദിവസം. അതിൽ 30 നാഴിക പകല്, 30 നാഴിക രാത്രി. അതിൽ 15 ഉച്ചവരെ ഉള്ളൂ ഉയർച്ച. 15 പകലിന്റെ പകുതി മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്ത ഭാഗം കൊടുത്തേണ്ട ചന്ദ്രനെയാണ്. വാഹിനി തടങ്ങളിൽ ഇങ്ങനെ പോവും. അർദ്ധനഗ്നാംഗിയാ മോഹിനിയാട്ടമാടും ചന്ദ്രലേഖേ അങ്കലവന്യത്തിൽ മൃദു നീട്ടി അഷ്ടദിപ്പാലകർ മതിമയക്കി പലങ്കുമണ്ഡപത്തിൽ നിന്റെ നൃത്തം വെറും 15 നാഴിക. 2 പേർക്കും ഉണ്ട്, പുരുഷനും ഉണ്ട് സ്ത്രീക്കും ഉണ്ട്. പുരുഷന്റെ അഹങ്കാരത്തിനും 15 നാഴികയുള്ള ഏറ്റവും വലിയ പുരുഷനാണല്ലോ സൂര്യൻ. ചന്ദ്രൻ ഈ കാണിക്കുന്ന വേദിയിൽ കാണിക്കുന്ന പളുങ്ക് നൃത്തം, ഇതും 15 നാഴികയുള്ളൂ ഈ സൗന്ദര്യം എന്ന് ഓർത്തോളൂ. ഈ നമ്മളിപ്പോ ഇവിടെ കാണുന്ന ചില ഫോട്ടോകളിലൊക്കെ വളരെ കുഞ്ഞായിട്ട് ഈ നിങ്ങളുടെ വീട്ടിലെ ചില ഫോട്ടോകളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. വളരെ കുറച്ച് വീട്ടിൽ വന്നിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഇപ്പം നാക്ക് നീട്ടിയ കഥയൊക്കെ പറഞ്ഞു. അതിനപ്പുറമുള്ള ഒരു നല്ല പ്രകാശമുള്ള ഓർമ്മകൾ എന്തായിരുന്നു അച്ഛനെ പറ്റിയിട്ട്? എനിക്ക് വളരെ കുറച്ചേ ഉള്ളൂ ഓർമ്മ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അത് ഒന്ന് ബീഡി വലിച്ചതിന് തല്ലിയിട്ടില്ല. ബീഡി വലിച്ചതിന് തല്ലിയിട്ടില്ല? കാര്യം ബീഡി ഞങ്ങളെല്ലാവരും കൂടെ ചുറ്റും പുറത്ത് വരുന്നു ബീഡി വലിക്കുമായിരുന്നു. അച്ഛൻ്റെ ദിനേശ് ബീഡി എടുത്തുകൊണ്ട് ഞാൻ പോയി വലിക്കുമായിരുന്നു. ഇതിന് മണം നമുക്കൊന്നും അറിയില്ല, ഇതിന് മണം ഉണ്ടെന്നും അടുത്തുള്ളവർ അറിയുമെന്നും അറിയാൻ പറ്റിയ പ്രായത്തിലാണ് വലി. അവസാനം പിടിച്ചു കഴിഞ്ഞ് അവർക്കിട്ട് തല്ല് കിട്ടി, എനിക്ക് കിട്ടിയില്ല. അച്ഛനില്ല, അച്ഛൻ വരാൻ വേണ്ടി മുത്തശ്ശിമ്മ കാത്തിരിക്കുന്നതും എനിക്ക് ബീഡി വലിച്ചേ പറ്റൂ. ഇവിടെ കാറ്റിന് സുഗന്ധമൊക്കെ ആ സമയത്ത് സുഗന്ധം ദുർഗന്ധമായി ആകുമെന്ന് വിചാരിച്ച് അന്ന് രാത്രി വരും. ഇന്ന് മുത്തശ്ശിയമ്മ അച്ഛനോട് ഇത് പറയും, കുഴപ്പമുണ്ടാകും. ഞാൻ ഉറക്കം നടിച്ച് കിടക്കുകയാണ്. അച്ഛൻ വന്നു, അറിഞ്ഞോ കുട്ടാ ഇവൻ ബീഡി വലിച്ചു തുടങ്ങി. ഈ അർഹിക്കുന്ന അവഗണനയോടെ തള്ളിക്കളഞ്ഞ അതൊക്കെ ആ ചെറുപ്രായത്തിലെ കാര്യമാണ്, അത് കുറേ കൂടെ മാറിക്കൊള്ളുന്നു. ഒരു വിലയും കൊടുത്തില്ല. പക്ഷേ അടുത്ത വീട്ടിൽ പോയി ആഹാരം കഴിച്ചിട്ട് നുണ പറഞ്ഞ് അവിടെ പോയി ആഹാരം കഴിച്ചു എന്ന് പറഞ്ഞാൽ കഴിച്ചില്ല എന്ന് പറഞ്ഞ് കഴിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞു.
ഒരു 2 ഈർക്കിലെടുത്ത് പച്ച ഈർക്കിലെടുത്ത് ഇങ്ങനെ പിണച്ചിട്ട് 2 അടി തന്നിട്ട് നുണ പറഞ്ഞതിന്. നുണ ബീഡി വലിച്ചാലും സാരയില്ല, നുണ പറയരുത് എന്നുള്ളതായിരുന്നു. പക്ഷെ നുണ പറഞ്ഞാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് ഇപ്പോഴല്ലേ മനസ്സിലാകുന്നു. അല്ലേ? എല്ലാവരും ചോദിക്കും സുഖമാണോ, നമ്മൾ പറയും സുഖമാണെന്ന്. വെറുതെയാ, അത് നുണയാ അല്ലേ? അല്ല, തിരിച്ച് നമ്മള് ഇനി ഞാൻ തന്നെ ഒരിടത്ത് പറയണ്ടേ, സുഖമാണോ എന്ന് ചോദിക്കുന്നത് ഒരു ബഹുവാക്ക് എന്നുള്ളതിനപ്പുറം ഇല്ല എനിക്ക് അസുഖമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞു നോക്കിയാൽ ചോദിച്ചവൻ ഓടിക്കളയും. പിന്നെ ഇതൊന്നും കേട്ട് നിൽക്കാവുന്ന സത്യം കേൾക്കാനും വലിയ പ്രയാസമാണ്. നമുക്ക് അനശ്വരനായ വയലാറിന്റെ വരികളെ കുറിച്ച് ഗാനരചയിതാവ് സിജു തുറവൂർ ഇപ്പോൾ സംസാരിക്കുന്നു. നമ്മൾ മലയാളികൾക്ക് വയലാറിനെ കുറിച്ച് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെയെല്ലാം വയലാറിൻ്റെ ഗാനങ്ങളും കവിതകളും എന്നും മരിക്കാതെ നിലനിൽക്കും. നമ്മളുടെ പ്രണയമായാലും വിരഹമായാലും ഏതൊരു വികാരമായാലും അത് വയലാർ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഗാനങ്ങളിലൂടെ നമ്മൾ എന്നും അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരിക്കലും മരിക്കാത്ത ഒരുപാട് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചു അദ്ദേഹം. എൻ്റെ കവിത രചനാ ജീവിതത്തിൽ, പാട്ടെഴുത്ത് ജീവിതത്തിൽ വയലാറിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. കാര്യം ഞാൻ വയലാറിലാണ് ഞാൻ ജനിച്ചത്. ഒരു ഇതിഹാസ തുല്യനായ ഒരു എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ എന്നിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. എൻ്റെ വല്യച്ഛൻ പറഞ്ഞൊരു ഓർമ്മയാണ്. അദ്ദേഹം വയലാറ് പാട്ടെഴുതുന്ന സമയത്ത് ജനലരിയിൽ പോയി നിന്ന് അദ്ദേഹം പാട്ടെഴുതുന്ന ആസ്വദിക്കാറുണ്ടായിരുന്നു, എൻ്റെ വല്യച്ഛനും സുഹൃത്തുക്കളും. അങ്ങനെ വയലാറ് പാട്ടെഴുതിയിട്ട് തെറ്റിപ്പോകുമ്പോൾ വലിച്ചെറിയുന്ന കടലാസ് കഷ്ണങ്ങൾ പെറുക്കിയെടുത്ത് അത് മറിച്ചു നോക്കി അതിലെ അപൂർണമായ കവിതകൾ വായിച്ചു നോക്കി ആനന്ദിച്ചിരുന്നൊരു കാലഘട്ടം അന്നുണ്ടായിരുന്നു എൻ്റെ വല്യച്ഛനും കൂട്ടുകാർക്കൊക്കെ. അപ്പോൾ അവരെ തന്നെ വിശേഷിപ്പിച്ചിരുന്ന വയലാറിൻ്റെ അക്ഷരം പെറുക്കികളെന്നായിരുന്നു. 1928 ജനിച്ച് 1975 അദ്ദേഹം നമ്മളെ വിട്ടുപിരിയുന്നത്. വളരെ ഹ്രസ്വമായൊരു ജീവിത കാലയളവിൽ അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരുപാട് ഗാനങ്ങളും കവിതകളും അത് എന്നും മരണമില്ലാതെ നിലനിൽക്കും. അദ്ദേഹത്തിൻ്റെ കവിത എനിക്ക് മരണമില്ല എന്ന കവിത പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതവും. ഒരു കാലത്തും മലയാളികൾക്ക് അദ്ദേഹത്തെ മറക്കാനാവില്ല. അദ്ദേഹമാണ് സിജു തുറവൂർ എന്ന് പറയുന്ന ഈ വരികൾ എഴുതുന്ന ലിറിസിസ്റ്റാണ്. ഇപ്പോൾ പുഷ്പ 2 എന്ന ചിത്രത്തിലെ ഇന്ത്യ മുഴുവൻ ഏറ്റുപാടിയ ഒരുപാട് റീൽസുകൾ വന്നിട്ടുള്ള, എല്ലാ ഭാഷയിലും മാറ്റമില്ലാതെ അവതരിപ്പിച്ച മല്ലികബാണന്റെ അമ്പുകളോ കൺമുന തുമ്പുകളോ എന്നുള്ള ആ ഒരു പോർഷൻ എഴുതിയിട്ടുള്ള ആളാണ് സിജു തുറവൂർ. നമ്മളിപ്പം പാട്ടുകൾ തരംതിരിച്ച് പറഞ്ഞതിനകത്ത് സിനിമാ ഗാനങ്ങളുടെ എല്ലാ മേഖലകളും പറഞ്ഞു. അന്ന് കാലത്ത് നമുക്ക് തമാശ പാട്ടുണ്ട്, വെസ്റ്റേൺ പാട്ടുകൾ ഇപ്പൊ നമ്മള് സൂര്യവംശം എന്ന് പറഞ്ഞൊരു സിനിമ, അതില് അർജുന മാഷിന്റെ സംഗീതത്തില് ദാസേട്ടൻ പാടി നസീർ സാറ്. അപ്പൊ അത് ഇതെല്ലാം നമ്മൾ ഇന്നലെ കേൾക്കത്ത്. പ്രപഞ്ചത്തിനും യൗവനം നൽകും പ്രണയ നഗരമാം പാരീസ്, അവിടെ പോത്തൊരു നിശാഗന്ധിനി അടിമഞ്ഞാ നിന്നടിമഞ്ഞാ. ഓ മൈ സ്വീറ്റി അല്ല, ഭക്തിഗാനം അത് തന്നെയല്ലേ? നാരായണായ നമഃ ചട്ടക്കാരിയിലെ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. മ്യൂസിക് മുഴുവൻ അത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹിപ്പികളുടെ നഗരം, കുപ്പികളുടെ ഹ്യൂമറുള്ള പാട്ട് പാപ്പിയപ്പച്ച. പിന്നെ ദാസേട്ടൻ സംഗീതം ചെയ്ത പാട്ട്, ഈ വീടത്തെ ചേച്ചി ഇന്നലെ മുതലൊരു ജലദോഷം, വിസ്കി കുടിക്കാൻ വെള്ളിക്കിണ്ടി, കൊട്ടാരം വിൽക്കാൻ മരുന്നോ നല്ല മരുന്ന്, ഒലക്ക ചുട്ട് ആര് നീക്കി അരക്കഴഞ്ഞ്, ഇരുമ്പ് ചുട്ട് തുരുമ്പ് നീക്കി അരക്കഴഞ്ഞ്, എടുത്തുണക്കി പൊടിച്ചു വെച്ച് ചൂരൽ പ്രേമമാണ് അസുഖം, മൂതരം കഴിച്ചാൽ നിന്റെ ഉരുണ്ടുകയറ്റമൊക്കെ മറന്നു. പിന്നെ വേറൊന്നുമില്ല ശരത്തേട്ടാ, കടുവാ കള്ളപ്പാടുവാ കടന്നുവോ കാട്ടീണുവോ, കണ്ടാൽ അടിച്ച് നിന്റെ അണപ്പല്ല് ഞാൻ എടുക്കും. ശകുന്തളെ ഓ മിസ് ശകുന്തളെ, സത്രത്തിനരികിലെ ദുഷ്യന്തൻ എന്ത് ചെയ്തു, രാജഹംസം. അങ്ങനെ തമാശ കുറെ പാട്ട്, ഭയങ്കര തമാശ പാടാറ്. കാലും നീട്ടി മലർന്നു കിടന്നാൽ അതിന്റെ സുഖമൊന്നും വേറെ അത്രേ. തേനരുവി ഇപ്പൊ പറയാൻ കൂടുതലേ ഉള്ളത്, കഞ്ചാവിൻ മണമുള്ള പീരുമേട്ടിലെ കാറ്റ്. ഇതിനകത്ത് കേളി നളിനം
വിടരുമോ ശിശിരം പൊതിയും കുളിരിൽ നീ വൃളാവതിയായി ഉണരുമോ മരസിൻ സരസിൽ മലരിൽ നീ കേളി നളിനം വിടരുമോ. അതുപോലെ തന്നെ സൽദായുടെ തുലാവർഷം എന്ന് പറയുന്നത് തുലാവർഷം. ട്യൂണിട്ട് എഴുതിയല്ലേ ചൂണ്ടെഴുതുക. ട്യൂണിട്ട് എഴുതുക. സൽദായുടെ തന്നെ മറ്റേ സ്വപ്നത്തില് മനക്കെലെ തത്തേ സ്വപ്നം രാസലീല രാസലീല ഇന്നല്ലേ മംഗളാതിരരാത്രി ആടണം പോയി പാടണം പോയി പാതിരപ്പൂവിനു ഗന്ധർവൻ കാട്ടിൽ പോകണം. ഈ സലീൽദായെ പറ്റി പറയുമ്പോൾ നമ്മൾ ചെമ്മീൻ ഇത്രയും നേരം നമ്മൾ മറ്റെല്ലാം പറഞ്ഞു പോയിട്ടില്ല. അതിനകത്ത് മാനസമൈനെ വരൂ, കടലിനക്കരെ പോണവരെ, പെണ്ണാളെ പാട്ടുകൾ എത്രയാണ്. അതിൽ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നമ്മുടെ ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ എവിടെയാണോ അതിനോട് ചേരുന്ന വാക്കും കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെമ്മീനിലൊക്കെ ഒരു മത്സ്യത്തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ടേംസ് അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? ചാകര, കടപ്പുറത്തിന്റെ ഒരു ഭാഷ വരുന്നുണ്ട്, കടപ്പുറത്തിന്റെ ഭാഷ. അതും അത് മാത്രവുമല്ല, അതിന്റെ ഈ നമ്മുടെ എന്താ പറയുന്ന ചാകര തിരപ്പുറത്തിന് മത്സരമായി ഓടിവാ എല്ലാ പാട്ടുകളും അത് വേറെ ഭാഷയിൽ നിന്ന് വരുന്ന. അതേപോലെ തന്നെ മറ്റേ പാട്ട്, നിലയിലെ പാട്ട് അതിന്റെ ഒരു പടം ഇവിടെ കാണിച്ചിരുന്നു. വരുന്നുണ്ട്. അല്ല, ഇപ്പൊ മന്നാടെ എന്ന് പറഞ്ഞ പാട്ടുകാരൻ ഇവിടെ വന്നപ്പോൾ ഉള്ള പോലെ തന്നെ ലതാ മങ്കേഷ്കർ പാടിയ ഒറ്റ പാട്ട് കദളി. അതിന്റെ ഒരു കമ്പോസിംഗ് സമയത്തുള്ള ഒരു ഫോട്ടോ ഞാൻ കണ്ടു. ഞാനാ നിൽക്കുന്ന കുഞ്ഞ്. അയ്യോ, ഇനി വരുമ്പോ നോക്കണമല്ലോ. കാര്യം അതിനുവേണ്ടി എന്റെ ദൗത്യം എന്തായിരുന്നു അറിയോ? അവിടുത്തെ നാടൻ സംഗീതം റെക്കോർഡ് ചെയ്യുക. സലീൽദാനെ ഏൽപ്പിച്ചിരുന്ന പണി ഒരു ടേപ്പ് റെക്കോർഡ് തന്നെ വിടും. ആ പ്രദേശത്തെ സംഗീതം എന്താണ്, ശബ്ദങ്ങൾ എന്താണ്. അപ്പം അങ്ങനെ ഞാൻ നടന്നു പോയി. ആ കൂട്ടത്തിൽ എനിക്കുള്ള എൻ്റെ ജോലി അതായിരുന്നു. ശമ്പളം തന്നില്ലേ ഉള്ളൂ, എന്നാലും ജോലി ചെയ്തു. അവിടെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ മരമണി എന്ന് പറയുന്നൊരു മണിയുണ്ട് വയനാട്ടില്. ഓരോ പശുക്കളുടെയും കഴുത്തിൽ ഓരോ വീട്ടുകാർ ഇങ്ങനെ ഉടുക്ക് പോലത്തെ സാധനം, അത് ഇങ്ങനെ കെട്ടിയിടും. അതിന് ഓരോ ശബ്ദമാണ്. ഇവരെ മേയാൻ വിട്ടു കഴിഞ്ഞാൽ ഇത് ഈ ശബ്ദം കേട്ടാ എൻ്റെ പശു ഇതാണെന്നുള്ളത് അവർ തിരിച്ചറിയുന്നത്. അതിൻ്റെ പുറകേക്ക് കൂടി ഞാൻ ഈ ശബ്ദം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇന്നത്തെ വന്നിട്ടുണ്ട് ഈ പാട്ടുകളിൽ. നമുക്ക് വീണ്ടും വയലാർ എന്ന വലിയ ഗാനരചയിതാവിന്റെ ഓർമ്മകളുമായി ആർ കെ ദാമോദരൻ മാസ്റ്റർ. ഒരു ദിവസം ഞാൻ ദേവരാജ മാഷ് പറഞ്ഞിട്ട് അമ്മു സ്വാമിനാഥൻ ഹാളില് മദ്രാസിൽ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു അനുസ്മരണത്തിൽ പോയപ്പോ ഞാനൊരു റെക്കോർഡിങ്ങിന് ദേവരാജ മാഷിനും. അപ്പൊ മാഷ് പറഞ്ഞു, വൈകുന്നേരം നിനക്ക് എന്താ പരിപാടി, ഒന്നുമില്ലെങ്കിൽ നീ അമ്മു സ്വാമിനാഥൻ ഹാളിൽ വരിക. ചെന്നൈയിലെ ഒരു പുലമൈ പിത്തൻ എന്ന് പറയുന്ന വലിയൊരു കവിയാണ് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം വന്നൊരു സംഭവം പറഞ്ഞപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നമ്മൾ ആരും ചിന്തിക്കാത്ത ഒരു ഗാനത്തിനെ എടുത്തിട്ട് പറയണേ, ഇന്ത്യയിൽ ഒരു മഹാകവിയും ഒരു ഗാനരചയിതാവും ഇങ്ങനൊരു പാട്ട് എഴുതിയിട്ടില്ല. ഏതാ പാട്ട്? കാളിദാസൻ മരിച്ചു, കണ്വ മാമുനി മരിച്ചു, അനസൂയ മരിച്ചു, പ്രിയംവദ മരിച്ചു, ശകുന്തള മാത്രം മരിച്ചില്ല. ഇങ്ങനെ മരിച്ചു എന്ന് എഴുതിയാൽ ഒരു സിനിമ പ്രൊഡ്യൂസറും ഈ പാട്ട് എടുക്കില്ല. കാരണം എല്ലാവർക്കും ജാതകത്തിൽ വിശ്വാസം, പൂജ റെക്കോർഡിങ്ങിൽ വിശ്വാസം. അപ്പൊ മരിച്ചു തന്നെ പ്രൊഡ്യൂസർ മരിക്കും, സിനിമ മരിച്ചു എന്നുള്ള ഒരു തത്വത്തിൽ എടുക്കില്ല. പക്ഷെ നിങ്ങളുടെ മലയാളത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്തത്. അത് വയലാറാണ് ചെയ്തത്. ഇത്ര അനശ്വരനായിട്ടുള്ള ഒരു വയലാറ് ഗാനരചയിതാവ്, കവി, നല്ല ഒരു മനുഷ്യ സ്നേഹിക്കയില്ല ഞാൻ ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വം. അപ്പൊ മനുഷ്യന്റെ മാനവീയതയെ സ്നേഹിച്ച നല്ലൊരു കമ്മ്യൂണിസ്റ്റ്, നല്ലൊരു കവി ഒക്കെയാണ് വയലാർ. ആ വയലാറിന്റെ ഇതുവരെ നികത്താൻ പറ്റാത്ത ഒരു വിടവാണ് ഇപ്പൊ നമ്മുടെ ചലച്ചിത്ര രംഗത്ത്, എന്തായാലും കാവ്യരംഗത്ത് നിന്ന് ഞാൻ കടത്തി പറയുന്നില്ല, നിങ്ങൾക്ക് വ്യത്യസ്തമായ കവിതകളാണ്. പക്ഷെ എന്തായാലും ചലച്ചിത്ര ഗാനങ്ങളിൽ ഇവിടെ സാധാരണക്കാരന്റെ കവിതയെ ആവിഷ്കരിക്കാൻ കഴിഞ്ഞ ഒരേ ഒരു വയലാർ മാത്രമാണ് നമുക്കുള്ളത് എന്നാണ് എനിക്ക് പറയാൻ. ഈ പറഞ്ഞ നമ്മള് അദ്ദേഹത്തിന്റെ ഈ കലാസബരിയെ കുറിച്ച് പറയുമ്പം വലിയ സൗഹൃദങ്ങളുള്ള ആളായിരുന്നു. അന്ന് കാലങ്ങളിൽ ഈ സിനിമയിലും രാഷ്ട്രീയത്തിലും സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലും സാധാരണക്കാരായുള്ള ആളുകളുടെ ഇടയിലും വലിയ സൗഹൃദം കാത്തു സൂക്ഷിച്ചിരുന്ന ആളായിരുന്നു അല്ലേ? ഒരുപാട്. അതെ. അത് ഏറ്റവും വളരെ ലളിതമായിട്ട് പറഞ്ഞിരിക്കുന്ന ശ്രീ ഒൻവിയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ പ്രസംഗിക്കാൻ പോകും സമ്മേളനങ്ങളിൽ. വയലാറും ഞാനും ഉണ്ടാവും. അപ്പം ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നെ വന്ന് ആ സംഘാടകൻ്റെ സെക്രട്ടറി വിളിച്ചുകൊണ്ട് പോകും. പെട്ടെന്ന് നോക്കുമ്പോൾ വയലാറിനെ കാണില്ല, എവിടെ പോയി എന്നുള്ളത്.
കുറച്ച് കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ ചെന്ന് ഇങ്ങനെ കാറ്റ് കൊണ്ടിരിക്കുമ്പോഴേക്കും ഒരു 19 പേരുമായിട്ട് ആ നാട്ടുകാരൻ എന്ന നിലയിൽ ആദ്യമായിട്ട് ചെല്ലുന്ന സ്ഥലമാണ്. ഒരു 50 പേരുമായിട്ടായിരിക്കും ഇദ്ദേഹം കയറി വരുന്നത്. അപ്പം ചെന്ന ഞൊടിയുടെ തന്നെ ആ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുക, നിലനിർത്തുകയും ചെയ്യും. അതാണ് ഒരു ഏറ്റവും വലിയ കാര്യം. നമുക്ക് തുടങ്ങാമെന്തും, പക്ഷേ തുടരാനാണല്ലോ പാട്. അതെ അതെ, അത് നിലനിർത്തിയതുകൊണ്ടാണ് ഇപ്പം ഞാനിപ്പോഴും ഇരിക്കുന്ന 50 കൊല്ലം കഴിഞ്ഞു. 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണല്ലോ അദ്ദേഹം നമ്മളെ വിട്ട് പിരിഞ്ഞു പോകുന്നത്. 47 വയസ്സെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പ്രായമാണ്, വളരെ ചെറിയ പ്രായമാണ്. അപ്പോൾ അദ്ദേഹം രോഗശയ്യയിലായ ശേഷം തിരിച്ചു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ വലിയ തോതിലുണ്ടായിരുന്നു എന്ന് വായിച്ചു കിട്ടണം. അങ്ങനെ തന്നെ ആയിരുന്നു ആ സമയത്ത്, അതോ? ഒരു സർജറി ഉണ്ടായിരുന്നു. സർജറി സക്സസ്ഫുൾ ആയിരുന്നു പറഞ്ഞാൽ ഡോക്ടേഴ്സ് എല്ലാം ഇരിക്കുന്ന സമയത്താണ് സിസ്റ്റമൊക്കെ വീക്കായിരുന്നു പൊതുവെ എല്ലാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഓരോ സിസ്റ്റം വെച്ച് ഫെയിലിയർ ഉണ്ടായി എന്നുള്ളതാണ് ക്രമേണ. പക്ഷെ അന്നൊരു വേറൊരു വാർത്തയുണ്ടായിരുന്നു, ബ്ലഡ് മാറി ഇഞ്ചക്ട് ചെയ്ത് സംഭവിച്ചെന്നൊക്കെ ഒരു. അത് കുറേ നാളൊക്കെ നമ്മളതിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നു. കുറേ മരിച്ചൊരു 20 വർഷം കഴിഞ്ഞിട്ടാണിത് പ്രഖ്യാപിക്കുന്നത്, ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നൊക്കെ പലർക്കും അറിയാം. അപ്പം മുത്തശ്ശിയമ്മയൊക്കെ അന്നിങ്ങനെ പറഞ്ഞിരുന്നു, ഇങ്ങനെ വിളക്ക് വെച്ച് ആത്മാവിനെ വിളിച്ചപ്പോൾ ഒരു വിളക്ക് തിരിതാന്ന് പോയി. ജ്യോത്സ്യൻ പറഞ്ഞു എന്തോ ഇത് സ്വാഭാവിക മരണമല്ല, അതാണ് വിളക്ക് കാണിക്കുന്നതൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാം അതൊക്കെ അങ്ങനെ പോയി. അതെല്ലാം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഒരു 2016, അതായത് 1975 മരണം, 2016 ഞാൻ ഓസ്ട്രേലിയയിൽ ചെല്ലുമ്പോൾ അന്ന് ഏറ്റവും ഒടുവിൽ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡോക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഓസ്ട്രേലിയ സിഡ്നിയിലുണ്ട് ഇപ്പം. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ആൾ ഇതിവിടെ ഉണ്ടോ. ഞാനങ്ങനെ അദ്ദേഹത്തെ പോയി കണ്ടു. ഇങ്ങനൊരു വാർത്തയുണ്ട്, വല്ല വസ്തുതയുണ്ടോ? പറഞ്ഞു ഒരു വസ്തുതയില്ല. ഇതുകൊണ്ട് തന്നെ സിസ്റ്റം പലതായിട്ട് ഫെയിലിയറായി, മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ അങ്ങനെ ഉണ്ടായത്, അല്ലാണ്ട് രക്തം മാറി ചെയ്തതാണെന്ന്. നമുക്കൊരു അങ്ങനെ ഏറ്റവും അടുത്തുണ്ടായിരുന്ന മരണസമയത്തുണ്ടായിരുന്ന ഡോക്ടറാണ് അദ്ദേഹം. പറയുമ്പോൾ പിന്നെ നമുക്കത് തന്നെയാണല്ലോ വേദവാക്യം. അതെ അതെ. പാലയിൽ എൻ്റെ ഒരു 12 മണിക്കൂർ പ്രോഗ്രാം, റെക്കോർഡ് പ്രോഗ്രാമായിരുന്നു. ഇത് മുഴുവൻ രാവിലെ മുതൽ ആൾക്കാർ കാണുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് പ്രോഗ്രാം കഴിഞ്ഞ് 12 മണിക്കൂറിന് പകരം 13 മണിക്കൂർ ഞാൻ വൈഹാട്ട് പാടി ഇറങ്ങിയപ്പോൾ ഒരാൾ ചോദിച്ചാണ്. അപ്പോൾ ചന്ദ്രകളപ്പം ആൾക്കാർ ചോദിച്ചില്ല. അതല്ലാതെ അച്ഛൻ്റെ പാട്ട്, ഒത്തിരി പാട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഒരാൾ വെറുതെ കഴിഞ്ഞ് പറഞ്ഞു, നിങ്ങളത് പാടിയില്ല, ലാസ്റ്റ് പാട്ടാണ് വയലാർ. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ്റെ ലാസ്റ്റ് പാട്ടാണ് നിങ്ങൾക്ക് എങ്ങനെ അറിയോ? അത് അവസാന പാട്ടാണ്. തർക്കിക്കുകയാണ് അങ്ങോട്ട്. ഞാൻ പറഞ്ഞു അത് ചന്ദ്രകളപ്പം വയലാർ അച്ഛൻ്റെ ലാസ്റ്റ് പാട്ടാണ് നിങ്ങളുടെ ആരാ പറഞ്ഞു? അത് ഞാൻ പഠിച്ചു, ആർക്കറിയാൻ പാടില്ലാത്തത്. ഞാൻ പറഞ്ഞു അതല്ല, വയലാർ അച്ഛൻ എഴുതിയ പാട്ട് അതല്ല. ഇനിയെങ്കിലും താങ്കൾ മനസ്സിലാക്കുക. എഴുതിയ പാട്ട് സന്ധ്യാവന്ദനം ഇന്നും പലർക്കും അറിയില്ല അച്ഛൻ ഏത് ഇതാണ് തരുന്നത്. സന്ധ്യാവന്ദനം എന്ന ചിത്രത്തിൽ LPR വർമ്മ സംഗീതം ചെയ്ത ആ പടമാണ്. വന്ദനം വന്ദനം ഇതാണ് ലാസ്റ്റ് എഴുതിയ അച്ഛൻ. ദുഃഖ സംഗീത പ്രിയകളാം സ്വപ്നങ്ങളോടാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ യാത്ര പറയുന്നതോട്. സ്വപ്നം എപ്പോൾ നശിക്കുന്നോ അന്നേരം നമ്മുടെ ജീവനില്ലാണ്ടായി. ഭാര്യയോടും മക്കളോടും ഒക്കെ യാത്ര. കണ്ണദാസിൻ്റെ ഒരു കവിത തന്നെയുണ്ട്, ചിതവരെയുള്ളവരൊക്കെ. ചിലർക്ക് ചിതവരെ എത്താൻ പറ്റില്ല. അവരോടൊക്കെ നമുക്ക് യാത്ര പറഞ്ഞാൽ ഏറ്റവും അവസാനം ബോധമുള്ള കാലത്തോളം നമ്മൾ സ്വപ്നം കാണും. ആ സ്വപ്നത്തിനോടാണ് യാത്ര പറയുന്നത്. എൻ്റെ ചുടു യൗവനത്തെ പുണർന്നു നിന്നപ്പോൾ നിങ്ങൾക്ക് എന്തൊരു ഉന്മാദമായിരുന്നു, എന്തൊരാവേശമായിരുന്നു. കാലം ദഹിപ്പിച്ച വർണ്ണാശ്രമങ്ങൾ തൻ കാറ്റൂതി കെടുത്താത്ത ചിതയിൽ ഒരിക്കലും ഊതിയാൽ കെടില്ല. കാര്യം ബാല്യം, കൗമാരം, ബാല്യം നിലനിർത്താൻ പറ്റില്ലല്ലോ. എത്ര കാറ്റൂതിയാലും കെടില്ല. പക്ഷെ ആ ചിതയിൽ അതിൻ്റെ മുറയ്ക്ക് അടർന്നു വീണു നിങ്ങൾ. സ്വപ്നങ്ങൾ അടർന്നു വീണത്. ഞാനൊരു ഏകാന്ത ഗദ്ഗതമായി ഒരു തീണ്ടാപ്പാടകലെ ഞാൻ നോക്കി നിന്നു. ഉദകം മരിക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് സ്വപ്നത്തിനോട് യാത്ര പറഞ്ഞു എന്നുള്ളത്. അതാണല്ലോ ആദ്യം സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ എന്ന് പറഞ്ഞ ആള് അവസാനം നിശ്ചലതയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ വയലാർ സാറിന്റെ ഒരു പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, പറയണേ അതിനെക്കുറിച്ച് പറയണത്. അതായത് ഈ ശരശയ്യയില് ഒരു പാട്ടുണ്ട്, ആ സ്ത്രീകളുടെ ദുഃഖം ദൈവത്തോട് താരാപഥമേ ഭൂമിയിൽ ഞങ്ങൾക്ക് ദുഃഖങ്ങൾ നൽകിയ ദൈവം ഇപ്പോഴും അവിടെയുണ്ട്. അതില് വെള്ളിച്ചൂരലും ചുഴറ്റി വെള്ളത്താടി പറത്തി പളുങ്കുകൾ പാകിയ വഴിയിൽ നടക്കാൻ ഇറങ്ങാറുണ്ട്. കണ്ണീരിവിടെ കടലായി ഞങ്ങൾ കണ്ടിട്ട് ഒരുപാട് നാളായി. എന്താ വരിക രാജശില്പി നീ എനിക്ക് പൂജാവിഗ്രഹം പെണ്ണിന്റെ മനസ്സിൽ കയറിയിരുന്ന പിന്നെ തിരുമൈ നിറയെ പുളകങ്ങൾ കൊണ്ടാണ് തിരുവാഭരണം ചാർത്തും. എന്റെ രോമാഞ്ചം കൊണ്ടാണ്. ഹൃദയത്തളികയിൽ അനുരാഗത്തിന് അമൃത് നിവേദിക്കും. അത് അകത്ത് കയറിയിരുന്ന് തപ്പിയെടുത്ത് എഴുതിയതാ. എന്തുകൊണ്ടാണ് ഈ കൊടുക്കുന്നത്? അല്ല, ദൈവത്തിന്റെ രണ്ടിതില് അച്ഛൻ വേറെ പടത്തില് ഇതില് ആലുവ പുഴക്കരയൊരു പൊന്നമ്പലം അവിടത്തെ കൃഷ്ണന് ഇന്ന് ആലുവ പുഴക്കിക്കര കല്ലമ്പലം
അവിടത്തെ കൃഷ്ണന് പുഷ്പകിരീടം 2 തവണ. ആ. അല്ല മധുവും പോലെ മറ്റേ പാട്ട് കല്യാണി കളവാണി. അതിനത് പെണ്ണിന്റെ എന്താണെങ്കിലും 2 വർഷം വീണാലും എന്റെ ആഗ്രഹം ഇതാണ്. അല്ല ഈ ഇതാണ് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന്. പെൺപൂവാണെങ്കിൽ ആഹാ മറ്റൊരു കാരണം പറഞ്ഞു മാലയ്ക്ക്. അത് രണ്ടാണെങ്കിലും ആഗ്രഹം ഒന്ന് തന്നെ. ഇനി അത് കിട്ടിയില്ലെങ്കിൽ ഇത് രണ്ടായാലും എനിക്ക് ഉദ്ദേശം എന്നൊക്കെ പറയുന്ന ചില വയലാർ സാറിന്റെ വീക്ഷണം, നമ്മൾ ഈ ഭാസ്കരൻ മാഷിന്റെയും വയലാർ സാറിന്റെ ഒരു വീക്ഷണം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു തമ്മിൽ. അപ്പൊ ആകാശത്തെ കുറിച്ച് മാഷ് എഴുതിയപ്പോൾ അപാര സുന്ദര നീലാകാശം അനന്തതയും മഹാസമുദ്രം. വയലാർ സാർ എഴുതി കഴിഞ്ഞപ്പോൾ ഗഗനമേ ഗഗനമേ ഗഗന ഗഗനമാമേ ഏകാന്തതേ. അതിനകത്തും പ്രണയത്തിന് വലിയൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ പാട്ടിനകത്ത്. ആരിപ്പം നമ്മളിപ്പോൾ നാസ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഓരോ ദിവസവും പറയുന്നുണ്ട്, ആസ്ട്രോയിഡ് വരുന്നു ഭൂമി ഇടിക്കാൻ. ഇതിനകത്ത് അങ്ങനെയാ. പിന്നെ ഏകാന്തതയിലെ പേരറിയാത്തൊരു മൂക നക്ഷത്രമേ പേടി, ഭൂമിക്ക് നിന്നെ കണ്ടിട്ട് പേടി. അങ്ങനെ ഈ സാധനം വരുന്നത്. എന്നാൽ അപ്പൊ ഇവനിങ്ങനെ ഒറ്റയാനാണ്. ആസ്ട്രോയിഡ് ഓർബിറ്റ് ഒന്നും ഇല്ലല്ലോ, തോന്നിയ പോലെ നടക്കുന്നത്. കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരെ പോലെയും മതം പൊട്ടി ആനയെ പോലെയും നടക്കുന്ന ഒരു ഇതിനാണ്. എങ്ങനെ വേണേലും നടക്കും. അപ്പൊ അവനോട് പറയുന്നുണ്ട് ഉപദേശം, നീ വന്ന് ഇവിടെ ഒന്ന് ഇടിക്കുമല്ലോ, അതിനു മുമ്പേ സൗരയൂഥത്തിന്റെ മനസ്സപുത്രിയാം ഭൂമിദേവിയെ പോലെ തപസ്സരിക്കും. കാലത്തിൻ കയ്യിൽ നിന്ന് ഒരു പെൺപൂവിനെ കൈനീട്ടി വാങ്ങി ശൂന്യമാം നിന്റെ ഈ ഏകാന്തതയിലെ പ്രേമമാക്കൂ. ഇവിടെ പ്രണയം നിൽക്കുകയാണെങ്കിൽ ഈ വഴക്കൊന്നും ഉണ്ടാകില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതല്ല, ഇപ്പൊ പുതിയ പാട്ട് വന്നിരിക്കുന്നത് തെറ്റാന്നാ. പ്രണയം കുഴപ്പമെന്നാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത്. ചക്രവാകം എന്ന് പറയുന്ന ചക്രവാകത്തിലെ എല്ലാ പാട്ടുകളും. അതിലൊരു കുട്ടിയുടെ ഒരു താരാട്ട്, പടിഞ്ഞാറൊരു പാലാഴി, പാലാടിയിലൊരു പൊൻതോണി, തുടയില്ലാതോടുന്ന തോണിക്കകത്തൊരു തുള്ളാട്ടം തുള്ളണ പാവക്കുട്ടി, പാവക്കുട്ടി, പാവക്കുട്ടി. അതിലവസാനം ആ കൊച്ചു ചോദിക്കട്ടെ, പാലാഴി പോകാൻ വഴിയേത്, 6 കടലിന് പടിഞ്ഞാറ്. ഇങ്ങനെ ഒരു കഥ പറയാണ്. നസീർ സാർ ഒരു സിംഹത്തിന്റെ പ്രതിമയുടെ അകത്ത് വരുന്ന പാട്ട് യവനസുന്ദരി. ഒരു സിംഹത്തിന്റെ അത് എന്തൊരു സൂപ്പർ ഹിറ്റ്. അയ്യോ, അത് എന്ത് രസമാണ്. യവനസുന്ദരി സ്വീകരിക്കാൻ ജനിച്ച അതൊന്ന് മാർക്കോസിന്റെ പാടുന്ന യവനസുന്ദരി സ്വീകരിക്കുകീ പവിഴമല്ലിക പൂവുകൾ, ജനിച്ച നാൾ മുതൽ സ്വീകരിക്കുവാൻ തപസിരുന്നവളാണു ഞാൻ, പ്രേമ തപസിരുന്നവളാണു ഞാൻ. അതിനകത്ത് രസം വെച്ചാൽ ഇതിനകത്ത് ഇവള് തപസരിക്കാൻ പോയതാ കുഴപ്പമായത്. കാര്യം അത് തന്നെ എവിടെയൊക്കെ പോയി അന്വേഷിച്ചു. അകലെ വീനസിന്റെ അമൃതവാഹിനി തടത്തിൽ പിരിഞ്ഞ പോലും കൊഴിഞ്ഞ ഒക്കെ തിരക്ക്. ഇവിടെ തപസരിക്കുക. ഞാൻ ഈ അകലെ വീനസിൻ എന്നൊക്കെ പറയുന്നതേ ഈ ശാസ്ത്രബോധം സാമാന്യത്തിൽ കവിഞ്ഞുണ്ടായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ കേട്ടോ. ശാസ്ത്രബോധം വളരെ കാര്യമായിട്ടുണ്ടായിരുന്നു. ഈ സാഹിത്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംസ്കൃതത്തെ കുറിച്ചുള്ള അറിവ് പ്രയോഗങ്ങളൊക്കെ ഉണ്ടായാലും ഈ ഇത്തരത്തിലുള്ള ഒരു ഫിലോസഫിക്കൽ പരിപാടികളും ശാസ്ത്രചിന്തകളുള്ള പാട്ടുകളുടെ എഴുത്ത് അത് എവിടെയൊക്കെ കൊണ്ട് പിടിപ്പിക്കുമായിരുന്നു കിട്ടുന്ന സമയങ്ങളിലുള്ള. അത് മാത്രമല്ല, ജീവിതമായിട്ട് ലിങ്ക് ചെയ്യും. സിനിമയ്ക്ക് വേണ്ടി എഴുതുന്ന പാട്ടാണെങ്കിലും ജീവിതത്തിൽ എവിടെ അത് പ്രയോഗിക്കാൻ പറ്റും. ഉപാസന എന്നുള്ള പാട്ട് എഴുതി തുടങ്ങിയിട്ട് അവസാനം വലിച്ചെറിയൂ നിന്റെ മുഖം മൂടി. മനുഷ്യ സത്യം മയക്കുമരുന്നിന്റെ ചിറകിൽ സ്വർഗത്ത് പറക്കും ഈ നാട്ടിൽ, ഇല്ലാത്ത സ്വർഗത്ത് പറക്കും ഈ നാട്ടിൽ. അവിടെയാണ് പിന്നെ മനുഷ്യൻ ഈ പറഞ്ഞ ശാസ്ത്രം സത്യം മയക്കുമരുന്നിന്റെ ചിറകിൽ സ്വർഗത്ത് പറക്കും ഈ നാട്ടിൽ, ഇല്ലാത്ത സ്വർഗത്ത് പറക്കും ഈ നാട്ടിൽ, സ്വപ്നമരിക്കും ഈ നാട്ടിൽ, സർഗസ്വരൂപിയാം ശാസ്ത്രം നിർമ്മിക്കും അഗ്നികുണ്ഡങ്ങൾക്കുള്ളിൽ മനുഷ്യ ഹേ മനുഷ്യ വലി
ചെറിയൂ നിന്റെ മുഖം മൂടി. ഇപ്പോഴും പറയാനുള്ള കാര്യമാണ്. അല്ലെ അച്ഛനെ ഈ ജീവിതത്തെ ഒരു പന്തയമാക്കിയിട്ടൊരു പാട്ടുണ്ട്, ജീവിതം, അതാണത്. ഭൂമിദേവി പുഷ്പയിലെ ടൈറ്റിൽ സോങ്. പന്തയം പന്തയം ഒരു പന്തയമാണീ ജീവിതം, തോറ്റവർക്കല്ല ജയിച്ചവർക്കല്ല, തുറന്ന മനസ്സിനാണ് ഈ ട്രോഫി. പറഞ്ഞാലും തീരാത്ത അത്രയും മനോഹരമായ ഗാനങ്ങൾ. എപ്പോഴോ പറഞ്ഞതുപോലെ കാലപ്രവാഹത്തിന് മായ്ക്കാനാകാത്ത രീതിയിൽ മലയാളി ഉള്ളിടത്തോളം കാലം, മലയാള ഭാഷയുള്ളിടത്തോളം കാലം, മലയാള ഭാഷയിൽ പാട്ടുകൾ ഉള്ളിടത്തോളം കാലം, പാട്ടിൻ്റെ ഏത് ശാഖകളിൽ പോയി അന്വേഷിച്ചാലും ആ ശാഖയോട് ഏറ്റവും നീതി പുലർത്തിക്കൊണ്ട് അതിനോട് ഏറ്റവും ഇണങ്ങുന്ന രീതിയിലുള്ള അത്രമാത്രം അർത്ഥങ്ങളുള്ള, അത്രമാത്രം ഭാവനകളുള്ള, കാൽപ്പനികതയുള്ള പാട്ടുകൾ കൊണ്ട് വളരെ ഹ്രസ്വമായ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയുടെ സംഗീത ശാഖ വാഴുകയും തുടർന്ന് ഇത്രയും കാലങ്ങൾക്കിപ്പുറവും സംഗീതത്തെക്കുറിച്ചുള്ള ഏത് ചർച്ചകളിലും പരാമർശിക്കപ്പെടുകയും ചെയ്യുന്ന രീതിയിൽ അതുല്യനായ എഴുത്തുകാരൻ വയലാർ രാമവർമ്മയെക്കുറിച്ചുള്ള ഓർമ്മയിലെന്നും വയലാർ എന്ന ഈ പങ്ക്തി അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്. അതിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുമ്പ് നമ്മൾ നമ്മുടെ ആൽബം സൈനിങ്ങിലേക്ക് പോകുന്നു. ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം മാർക്കോസേട്ടൻ പാടുന്നു, നമ്മൾ ആൽബം സൈൻ ചെയ്യുന്നു. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ഓർമ്മയിലെന്നും വയലാർ ഈ ലക്കം പൂർണ്ണമാവുമ്പോൾ അനശ്വരനായ എഴുത്തുകാരൻ വയലാറിന്റെ മകൻ അതേ പാട്ടുവഴികളിലൂടെ യാത്ര ചെയ്യുന്ന വയലാർ ശരത്തേട്ടന് അമൃത ടിവിയുടെ ഭാഗത്തു നിന്നും ഒരു ഉപഹാരം സമർപ്പിക്കുന്നു. മലയാളികളുടെ പ്രിയപ്പെട്ട പിന്നണി ഗായകൻ ശ്രീ KG മാർക്കോസ്. വാളല്ലൻ സമരായുധം രാഗതാള ലയമുതിർക്കുന്ന പൊൻവീണയാണെന്ന് പറഞ്ഞു വെച്ച് എഴുത്തുകാരൻ ഈ മനോഹര തീരത്ത് ഇനിയൊരു ജന്മം കൂടി ഉണ്ടായിരിക്കണമേ എന്ന് നമ്മൾ ആഗ്രഹിക്കും വിധം ഉള്ള വീക്ഷണവും അത്രയും സമ്പന്നമായ കാൽപ്പനിക ലോകവും കൈമുതലായ സാഹിത്യകാരൻ വയലാർ എന്ന അതുല്യനായ എഴുത്തുകാരന്റെ ഓർമ്മയിലൂടെയുള്ള ഓർമ്മയിലെന്നും വയലാർ എന്ന ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ലക്കത്തിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട മറ്റൊരാൾ